പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, 1 യോഹന്നാൻ 5:3 തിരുവചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് അർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. നാം എല്ലാവരും പറയുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് എന്നാണ്. എന്നാൽ നമ്മുടെ പ്രവർത്തന രീതികളും ചിന്താരീതികളും ദൈവഹിതത്തിന് എതിരാണ്. നാം ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നവരും ജപമാല ചൊല്ലുന്നവരും നിത്യവും ദേവാലയത്തിൽ പോകുന്നവരും വിശുദ്ധ ബലിയിൽ പങ്കുചേരുന്നവരും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരും ആണ്. എന്നാൽ യേശു നമ്മോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നു, എന്നാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട്? യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തി യേശു പറയുന്ന കാര്യങ്ങൾ അനുസരിക്കും, കൽപ്പനകൾ പാലിക്കും. നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല, മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, അംഗീകരിക്കാൻ കഴിയുന്നില്ല, പാവപ്പെട്ടവരുടെ ദുഃഖങ്ങൾ കേൾക്കുവാനോ സങ്കടങ്ങൾ കേൾക്കുവാനോ നമുക്ക് കഴിയുന്നില്ല, അവരുടെ ദുഃഖങ്ങൾ കുറയ്ക്കുവാനോ കണ്ണീര് തുടയ്ക്കുവാനോ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ഹൃദയത്തിൽ വാശിയും വൈരാഗ്യവും പ്രതികാര ചിന്തകളും വിദ്വേഷവും വെച്ച് നാം പുലർത്തുന്നവരാണ്. നമ്മിൽ കൂടുതൽ ആളുകളുടെ അവസ്ഥയാണ് ഇത്. ഈ അവസ്ഥയിലും നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ഒരു മടിയുമില്ല. അയോഗ്യതയോടെയാണ് ഞാൻ യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നത് എന്ന ചിന്ത പോലും നമ്മിൽ പലർക്കും ഇല്ല. 1 കൊറിന്തോസ് 11:27 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരായി തെറ്റു ചെയ്യുന്നു. നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കാപട്യവും ദുഷിച്ചതും ആണ്. നാം മനുഷ്യരുടെ മുമ്പിൽ നല്ലവരായി കാണപ്പെടുന്നുണ്ട് എങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ആ ഹൃദയത്തിൻ്റെ അവസ്ഥ ശോചനീയമാം വിധം ദുഷിച്ചതാണ്. നാം അതരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, എന്നാൽ നമ്മുടെ ഹൃദയം കർത്താവിൽ നിന്നും വളരെ അകലെയാണ്. നാം പലപ്പോഴും പറയുന്നത് കർത്താവിൻ്റെ വചനം പാലിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് പ്രയാസമാണ് എന്നാണ്. എന്നാൽ തിരുവചനം നമ്മോട് പറയുന്നത് പ്രഭാഷകൻ 15:15 മനസ്സ് വെച്ചാൽ കൽപ്പനകൾ പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അപ്പോൾ നാം വചനം പാലിക്കുമ്പോൾ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ആത്മാവിനെ നമുക്ക് രക്ഷിച്ചെടുക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനം 119:11 സങ്കീർത്തകൻ പറയുന്നത്, അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ഹൃദയത്തിൽ വചനങ്ങളുണ്ടെങ്കിൽ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും സാത്താൻ്റെ കെണിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾക്കാണ്. ആ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നിരന്തരം ജീവിക്കുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.